എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കായിട്ട് വെച്ച ബീഫുകളുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ റെസിപ്പി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 1/2 കിലോ ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫാണിത്. നെയ്യുള്ള ബീഫ് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ വളരെ രുചിയായിരിക്കും. അതുപോലെ തന്നെ കായാണിത്. ഇത് വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊരു 1/4 കിലോ കാണും. 4 വലിയ സവോള നീളത്തിലരിഞ്ഞതാണിത്. ഇനി വേണ്ടുന്നത് ഒരു വലിയ തക്കാളിയാണ്. അതും കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പൊടിയായി അരിഞ്ഞ വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. ഇതെല്ലാം പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ കുക്കറിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് അല്പം കൂടുതൽ സവോളയാണ് എടുക്കുന്നത്. കാരണം ബീഫിനും കായയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള സവോള ഉദ്ദേശിച്ചിട്ടാണ് 4 വലിയ സവോള ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. ഒരല്പം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇത് 3 ഇട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നിട്ട് വേണം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളറാകുന്നതുകൊണ്ട് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പൊടി ഇട്ട് കൊടുക്കാൻ. പൊടി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇറച്ചി മസാലയൊക്കെ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച ശേഷം അല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു 1/4 വേവാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇറച്ചി മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 2 വിസിലിന് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ചെറുതായി അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ആ ഇറച്ചി 1/4ഓളം വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പാകമായ ഇറച്ചി തന്നെയാണ്. ഇനി ഒരു 2 വിസിലിന് ഇതും കൂടെ ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് ഒരല്പം വെള്ളം ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിക്കാം. ഇറച്ചി പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇറച്ചിയും കായൊക്കെ നമ്മൾ വേവിച്ചെടുത്തു.
നമുക്കിനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ചോറിൻ്റെ കൂടെയും ഇത് വെറുതെ കഴിക്കാനും ഒക്കെ വളരെ രുചിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ബീഫും കായും കൂടെ ഇട്ടൊന്ന് കറിയൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മസ്റ്റ് ട്രൈ വിഭവം തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള രുചികളിലൊന്നാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.